ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എക്സാമൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നോക്കാം. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് കൂട്ടുകാർ വായിക്കുക. നിങ്ങൾ ഇത്രയും എക്സാം എഴുതിയതിൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത് അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്യൂരിഫൈ റിവർ വാട്ടർ ഫോർ ഹൗസ് ഹോൾഡ് യൂസ്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിവറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഒന്നാമത്തത് ഫിൽറ്റർ ഔട്ട് ലാർജ് ഡെബ്രിസ് എന്നുള്ളതാണ്. ആ വലിയ ഒരു അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മലിനമായ വെള്ളത്തിൽ നിന്നും ആദ്യം അതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അലോ സെഡിമെൻറ്റേഷൻ സെറ്റിൽ ഇംപ്യൂരിറ്റീസ്, അതിന് ശേഷം അതിലെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് സെഡിമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കുക. ദെൻ പാസ് ത്രൂ മൾട്ടി ലെയേർഡ് സീവീസ്, അതിനുശേഷം മൾട്ടി ലെയേർഡ് സീവീസിലൂടെ അതിനെ കടത്തിവിടുക. ഈ ഡിസ്ഇൻഫെക്റ്റ് ദ വാട്ടർ ടു കിൽ ബാക്ടീരിയ, അതിന് എന്താണ്, അതിലെ ബാക്ടീരിയാസിനൊക്കെ കൊല്ലണം അല്ലേ, എന്നാലേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഒക്കെ ചെയ്താലേ നമുക്കത് ഹൗസ് ഹോൾഡ് ചോയ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, എന്താണ്, സജസ്റ്റ് 3 ways ടു റെഡ്യൂസ് വാട്ടർ യൂസേജ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ ഒരുപാട് വാട്ടർ യൂസേജ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റെപ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് റോങ് ആണ്, കറക്റ്റ് അല്ല. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇപ്പോൾ ടേക്ക് ഷോർട്ട് ബാത്ത്, എൻ്റെ നമ്മൾ കുളിക്കുന്ന സമയം വളരെ കുറയ്ക്കുക, കാരണം അത്രയും യൂസേജ് ഓഫ് വാട്ടർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വൈൽ യു ആർ ബ്രഷിങ് യു ഹാവ് ടു ക്ലോസ് ദ ടാപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ബ്രഷ് ചെയ്യാൻ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം വെള്ളം കൺസർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇഫ് 1 liter ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ആൻഡ് 2.5 liters ഫോർ ഡ്രിങ്കിങ്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ വാട്ടർ കൺസപ്ഷൻ ഫോർ എ ഫാമിലി ഓഫ് 4 in 1 day. അപ്പോൾ 1 ലിറ്റർ വെള്ളം നമ്മൾ കുക്കിങ്ങിനും 2.5 ലിറ്റർ വെള്ളം നമ്മൾ ഡ്രിങ്കിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ ഒരു ദിവസം 4 ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വാട്ടർ കൺസപ്ഷൻ ആണ് അവിടെ ഉണ്ടായിരിക്കുക എന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ എന്താണ്? ടോട്ടൽ വാട്ടർ കൺസപ്ഷൻ ഫോർ എ ഫാമിലി ഓഫ് 4 in 1 day. ഫാമിലിയിലെ 4 ആളുകൾ ഒരു ദിവസം എത്ര വാട്ടർ കൺസപ്ഷൻ ആണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. കുക്കിങ്ങിന് നമ്മൾ പറഞ്ഞു 1 ലിറ്റർ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, 1നെ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 4 എന്ന് പറയുന്നത് 4. ഡ്രിങ്കിങ്ങിന് നമ്മൾ പറഞ്ഞു 2.5 ആണല്ലേ, അതിനെ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. ഇനി ടോട്ടൽ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 10ഉം 4ഉം കൂടെ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 14 ലിറ്റേഴ്സ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഒരു ദിവസം 14 ലിറ്റർ വെള്ളമാണ് ആ ഒരു ഫാമിലി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാനും ചിലപ്പോൾ എക്സാമിന് വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 2 ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. Why is water considered the universal solvent? Provide 2 examples from daily life to support your answer. നമ്മൾ പറയാറുണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് അല്ലേ. എല്ലാതും അതിൽ ലയിച്ച് ചേരും, എല്ലാതും അല്ല എന്നാലും ഒരുവിധം എല്ലാ സാധനങ്ങളും ലയിച്ച് ചേരുന്നത് നമ്മുടെ വാട്ടറിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വാട്ടറിന് യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നത്? നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് 2 എക്സാമ്പിൾ എഴുതിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇനി നമുക്ക് ആൻസർ എഴുതാം. Water is a universal solvent. Water dissolves many substances due to its polar nature. അതിൻ്റെ നേച്ചർ എന്താണോ അതിൽ നിന്നുകൊണ്ട് തന്നെ ആ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വാട്ടറിന് ഉണ്ട്. എക്സാമ്പിൾ, ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഫോം എ ഷുഗർ സൊല്യൂഷൻ. അപ്പോൾ ഷുഗർ ഡിസോൾവ് ചെയ്തിട്ട് ഷുഗർ സൊല്യൂഷനായിട്ട് അതിൽ മാറുന്നത്. സോൾട്ട് ഡിസോൾവ്സ് ഇൻ വാട്ടർ ഫോർ കുക്കിങ്ങിനൊക്കെ നമ്മൾ സാൾട്ട് ഇടുകയാണ്, അത് ഡിസോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെയും ഇവിടെയും നമുക്ക് ഉപ്പ് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ അത് ഡിസോൾവ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിസോൾവ് ആവുന്നത് എന്തിലാണ്? വാട്ടറിലാണ്. അതുകൊണ്ടാണ് വാട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്. ഇത്രയും കൂടുതൽ സബ്സ്റ്റൻസ് ഡിസോൾവ് ആവുന്ന വേറെ ഒരു ലിക്വിഡും നമുക്കില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Conduct a through experiment. Predict whether sugar, camphor and coconut oil will dissolve in water. Write your guesses and explain why. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. എന്താണ് നോക്കേണ്ടത്? ഷുഗർ, കാംഫർ, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ വെള്ളത്തിൽ വാട്ടറിൽ ഡിസോൾവ് ആവോ ഇല്ലോ എന്നുള്ളതാണ്. അതിൻ്റെ ഗസ് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആൻസർ എഴുതി കൊടുക്കാം. പ്രഡിക്ഷൻസ് ഫോർ സോളിബിലിറ്റി അല്ലേ.
ഷുഗർ ഡിസോൾവ്സ് ബിക്കോസ് ഇറ്റ് ഈസ് പോളാർ. എന്താണ് ഷുഗർ എന്ന് പറയുന്നത് ഒരു പോളാർ ആണ്, അതുകൊണ്ട് അത് ഡിസോൾവ് ആവും. ഇനി ക്യാംഫർ പാർഷ്യലി ഡിസോൾവ്സ് ഡ്യൂ ടു ഇറ്റ്സ് ഓർഗാനിക് നേച്ചർ. ക്യാംഫർ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് നേച്ചർ ഉള്ളതുകൊണ്ട് അത് ചെറിയ രീതിയിൽ ഭാഗികമായിട്ട് അത് ഡിസോൾവ് ആകും. കോക്കനട്ട് ഓയിൽ ഡസ് നോട്ട് ഡിസോൾവ് ആസ് ഇറ്റ് ഈസ് നോൺ പോളാർ. ഇത് എന്താണ്, കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ ആണ്, അതുകൊണ്ട് അത് ഡിസോൾവ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഗസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സജസ്റ്റ് 3 ways ടു റെഡ്യൂസ് വാട്ടർ യൂസേജ് അറ്റ് ഹോം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പക്ഷേ ആൻസർ എന്ന് പറയുന്നത് റോങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമായതുകൊണ്ട് വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ തേർഡ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് സീഡ് ജെർമിനേഷൻ ആൻഡ് റോൾ ഓഫ് വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ് ഇൻ ഇറ്റ്. അപ്പോൾ സീഡ് ജെർമിനേഷൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, അതിൽ വാട്ടറിൻ്റെയും എയർ, സൺലൈറ്റ് ഇതിൻ്റെ റോൾ എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ സീഡ് ജെർമിനേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്? സീഡ് അബ്സോർബ് വാട്ടർ കോസിങ് ദം ടു സ്വെൽ. എന്താണ്, നമ്മൾ സീഡിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അബ്സോർവ് ചെയ്തിട്ട് അതൊന്ന് സ്വെല്ലാവാൻ വേണ്ടിയിട്ട് അതിന് കാരണമാകും അല്ലേ. ഒന്ന് മയപ്പെടുത്തിയാൽ നമ്മൾ പറയൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക്കുകയും ചെയ്യും. ദ റാഡിക്കൽ ഗ്രോസ് ഡൗൺ വേർഡ് ഇൻ ടു ദ സോയിൽ ടു ഫോം റൂട്ട്സ്. അപ്പോൾ സോയിലിൻ്റെ റോൾ എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട്, അതിൻ്റെ റാഡിക്കൽസ് ഗ്രോ ചെയ്യുന്നത് താഴേക്ക് റൂട്ടായിട്ട് പോകുന്നത് സോയിലിലൂടെയാണ്. ദ പ്ലൂമൂൾ ഗ്രോസ് അപ്വേർഡ് ടു ഫ്രം ദ ഷൂട്ട്. മാത്രമല്ല അത് മുകളിലേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് പ്ലൂമൂളാണ്. അതിൻ്റെ കാരണം എന്താണ്? സൺലൈറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ മൂന്നിനും അതിൻ്റേതായിട്ടുള്ള റോൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 2 differences between monocot and dicot plants based on root system and venation. ഇപ്പോൾ മോണോകോട്ട് പ്ലാന്റിൻ്റെയും ഡൈക്കോട്ട് പ്ലാന്റിൻ്റെയും ഡിഫറൻസ് എന്താണ്, അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിലും വെനേഷനിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് പ്ലാന്റ് ആണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? മോണോകോട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ട് ആയിരിക്കും, പാരലൽ വെനേഷൻ ആയിരിക്കും. എക്സാമ്പിൾ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഡൈക്കോട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, റെറ്റിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും, മാംഗോ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ മോണോകോട്ട് പ്ലാന്റ്സും ഡൈക്കോട്ട് പ്ലാന്റ്സും എന്തൊക്കെയാണെന്നും അതിൻ്റെ റൂട്ട്സ് എങ്ങനെയാണ്, വെനേഷൻ എങ്ങനെയാണ്, 1-2 എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വരും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്ലാന്റ് ദാറ്റ് ഗ്രോസ് വിത്തൗട്ട് സീഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ മെത്തേഡ്. അപ്പോൾ സീഡ്സ് ഇല്ലാതെ വളരുന്ന പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതണം. അതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്താണെന്നും കൂടെ എഴുതി കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് എന്ത് എഴുതാം? റോസ് അല്ലേ. റോസ് എന്ന് പറയുന്നതിൻ്റെ മെത്തേഡ് എന്താണ്? ഗ്രോൺ ത്രൂ സ്റ്റെം കട്ടിങ്സ് ആണ്. അവിടെ സീഡിൻ്റെ ആവശ്യമില്ല. അവിടെ എന്താണ്? സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമ്മളത് മണ്ണിൽ കുത്തിക്കഴിഞ്ഞാൽ തന്നെ അത് മുളക്കും അല്ലേ. അപ്പോൾ അവിടെ സ്റ്റെം കട്ടിങ്സ് ആണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 4ലേക്ക് കടക്കാം. ഹൗ ഡസ് വാട്ടർ സ്കേഴ്സിറ്റി ഇമ്പാക്ട് അഗ്രികൾച്ചർ ആൻഡ് ഡെയിലി ലൈഫ്. ഈ വെള്ളത്തിൻ്റെ ക്ഷാമം എന്ന് പറയുന്നത് കൃഷിയിലാണെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിലും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സജസ്റ്റ് 2 solutions ടു ടാക്കിൾ വാട്ടർ സ്കേഴ്സിറ്റി. അപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള 2 സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് സജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ അഗ്രികൾച്ചർ സെക്ടറിലാണെങ്കിലും വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? സ്കേഴ്സിറ്റി ഉണ്ടാവും, പോവർട്ടി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എഴുതാം, റെഡ്യൂസസ് ക്രോപ്പ് ഈൽഡ്സ് ആൻഡ് എഫക്റ്റ് ഫുഡ് സപ്ലൈ. എന്തുണ്ടാവും? ക്രോപ്പ് ഈൽഡ്സ്, വിളവെടുപ്പ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഫുഡ് സപ്ലൈയിലും എഫക്റ്റ് ചെയ്യും. ലീഡ് ടു ഡ്രിങ്ക് വാട്ടർ ഷോർട്ടേജ്. മാത്രമല്ല വാട്ടർ ഷോർട്ടേജ്, നമുക്ക് കുടിക്കാനുള്ള വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും എന്തിന് നമ്മൾ ഡെത്ത് വരെ സംഭവിക്കും. ഇനി ഇതിലെ സൊല്യൂഷൻസ് എന്ത് കൊടുക്കാം? പ്രാക്ടീസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഈ ഒരു വെള്ളമില്ലാത്ത ക്ഷാമം അല്ലെ, വാട്ടർ സ്കേഴ്സിറ്റി പരിഹരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രൊമോട്ട് എഫിഷ്യൻറ്റ് ഇറിഗേഷൻ ടെക്നിക് ലൈക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ ഇറിഗേഷൻ ഫെസിലിറ്റീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ളതിനൊക്കെ കൂടുതലായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് എസ്സേ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് സജസ്റ്റ് മെത്തേഡ്സ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി. അപ്പോൾ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു ഷോർട്ട് എസ്സേ എഴുതണം. മാത്രമല്ല ഇതിന് നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതെങ്കിലും മെത്തേഡ്സും കൂടെ സജസ്റ്റ് ചെയ്യണം. സോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇൻവോൾവ്സ് കളക്ടിങ് റെയിൻ വാട്ടർ ഇൻ ടാങ്ക്സ് ഓർ വെൽസ്. അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ടാങ്ക്സിലോ അല്ലെങ്കിൽ വെൽസിലോ നമ്മുടെ കിണറിലോ റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? റെഡ്യൂസസ് ഡിപ്പെൻഡൻസി ഓൺ ഗ്രൗണ്ട് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രിവെൻറ്റ് വാട്ടർ ലോഗിങ്ങിനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് എൻഷുവേഴ്സ് വാട്ടർ അവൈലബിലിറ്റി ഡ്യൂറിങ് ഡ്രൈ പീരീഡ്സ്. നമുക്ക് ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ, ഡ്രൈ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ സമ്മറാണ്, ഓക്കെ, അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരുവിധം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു വെള്ളം നമുക്ക് അപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓൺ ഓവർ യൂസിങ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. നമ്മൾ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസിനെ ഒരുപാട് ഓവർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ഇപ്പോൾ ബോർവെല്ലോ വെല്ലോ ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതലായിട്ട് ഗ്രൗണ്ട് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓൺ ഓവർ യൂസിങ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീറ്റ്സ് വാട്ടർ ടേബിൾസ്. എന്താണ്? ഒരു ഗ്രൗണ്ട് വാട്ടറിൽ ഇത്ര ലെവൽ വാട്ടർ ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ഷാമം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്ലീഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കോസസ് ലാൻഡ് സബ്സ്റ്റൻസ് ആൻഡ് എഫക്ട് സോയിൽ ഫെർട്ടിലിറ്റി. മാത്രമല്ല ഭൂമിയുടെ അടിയിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സോയിലിൻ്റെ ഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ ലാൻഡിൻ്റെ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. What is seed dispersal? Explain 2 ways animals contribute to seed dispersal with examples. എന്താണ് seed dispersal എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എനിമൽസ് വഴി ഉണ്ടാകുന്ന ഏതെങ്കിലും 2 സീഡ് ഡിസ്പേഴ്സലിൻ്റെ എക്സാമ്പിൾസും കൂടെ നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബേർഡ്സ് ഈറ്റ്സ് ഫ്രൂട്ട് ആൻഡ് എക്സീഡ്സ് സീഡ്സ് ഫാർ ഫ്രം ദ പാരൻറ്റ് പ്ലാന്റ്. അപ്പോൾ ബേർഡ്സ് ഒക്കെ എന്ത് ചെയ്യും? ഇത്തരത്തിൽ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട്, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അതൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ സീഡ്സ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഇടും അല്ലേ. അപ്പോൾ അങ്ങനെ പാരൻറ്റ് പ്ലാന്റിൽ നിന്നും ഒരുപാട് ദൂരെ ഉണ്ടാവുന്ന പ്ലാന്റ്സ് അങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ബെറീസ് പറയുന്നുണ്ട്. എനിമൽ ക്യാരി സീഡ്സ് സ്റ്റെക്ക് ടു ദ ഫർ. അപ്പോൾ എന്ത് ചെയ്യും? എനിമൽസ് അവരുടെ ഫറിലൂടെയും ഇതുപോലെ സീഡ്സ് കൊണ്ടുപോയിട്ട് ഇടാറുണ്ട്. ഫോർ ബഡ് റോക്ക് സീഡ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്, ബഡ് റോക്ക് സീഡ്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കോക്കനട്ട് സീഡ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ ടു റീച്ച് ഫാർ അവേ പ്ലേസസ്. ഇപ്പോൾ കോക്കനട്ട് സീഡ്സ് ഒക്കെ വെള്ളത്തിലൂടെ പോയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ട് കിടക്കും അല്ലെ. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒലിച്ചു പോകും. എക്സ്പ്ലെയിൻ ഹൗ ദിസ് അഡാപ്റ്റേഷൻ ഹെൽപ്സ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. അപ്പോൾ ഈ ഒരു സീഡ് ഡിസ്പേഴ്സൽ, ഈ അഡാപ്റ്റേഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? ബുയോൺ ഡ്യൂ ടു ഇറ്റ്സ് ഫൈബ്രസ് ഹസ്ക്. അതുപോലെ തന്നെ കാൺ ഫ്ലോട്ട് ഇൻ വാട്ടർ ആൻഡ് ട്രാവൽ ടു ഡിസ്റ്റൻസ് പ്ലേസ്. ഇതിന് വെള്ളത്തിൽ പൊന്തി കിടന്നിട്ട് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എവിടെ വേണമെങ്കിലും തെങ്ങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. ഇപ്പോൾ ഒരു വലിയ തെങ്ങിൻ്റെ അടുത്ത് മാത്രമല്ല തെങ്ങ് ഉണ്ടാവുന്നത്, ഒരുപാട് സ്ഥലങ്ങളിൽ തെങ്ങ് ഉണ്ടാവാൻ ഇത്തരത്തിൽ സഹായിക്കും. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് അബൌട്ട് 1 പ്ലാന്റ് ദോസ് സീഡ്സ് ബേസ്റ്റ് ഓപ്പൺ ടു സ്കാറ്റർ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രോസസ്. ചില സീഡ്സ് ഉണ്ടാവും എന്ത് ചെയ്യും? പൊട്ടിത്തെറിച്ചിട്ട് സീഡ്സ് പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഏതാണ്, അതുപോലെ ഏതാണ് ആ സീഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്? പാംസാം എന്നുള്ളത് ട്രീ ആണ്. അതുപോലെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എൻഷുർ സീഡ് സ്കാറ്റർ ഓവർ എ വൈഡ് ഏരിയ ഫോർ ബെറ്റർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ഇതിൻ്റെ വിത്ത് ആ ഒരു മദർ പ്ലാന്റിൻ്റെ താഴെ തന്നെ വീണ് കഴിഞ്ഞാൽ എന്താവും? അതിന് വളരാനുള്ള സ്പേസ് ഉണ്ടാവില്ല അല്ലേ, ആവശ്യമായിട്ടുള്ള ഫെർട്ടിലിറ്റി കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഒരുപാട് ബെറ്റർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതിനുണ്ടാവുന്നത്. വൈഡ് ഏരിയയിൽ അതിന് പോയിട്ട് വളരാനും സാധിക്കുന്നുണ്ട്. ഇനി ആക്ടിവിറ്റി നമ്പർ 6 നോക്കാം. വൈ ഡു പ്ലാന്റ്സ് നീഡ് വാട്ടർ? എന്തുകൊണ്ടാണ് ഈ പ്ലാന്റ്സിന് വെള്ളം വേണമെന്ന് പറയുന്നത്? ഡിസ്കസ് 3 റോൾസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് സർവൈവൽ. അപ്പോൾ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ്, റോൾ എന്താണ്, അതിൻ്റെ ഗ്രോത്തിലായിക്കോട്ടെ സർവൈവലിലായിക്കോട്ടെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ഫ്രം റൂട്ട്സ് ടു ലീവ്സ്. അപ്പോൾ റൂട്ടിലാണ് നമുക്കറിയാം അതിനാവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷ്യൻസും ഉള്ളത് അല്ലേ. അപ്പോൾ അത് ട്രാവൽ ചെയ്യണമെങ്കിൽ അത് ഇലകളിലേക്കും ബാക്കി കായ്കളിലേക്കും ഫ്രൂട്ട്സിലേക്കും ഫ്ലവറിലേക്കും ഒക്കെ എത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? വാട്ടർ വേണം. മെയിൻറ്റെയിൻസ് പ്ലാന്റ് സ്ട്രക്ചർ ത്രൂ ട്രെജിഡിറ്റി. അതിനൊരു ദൃഢത ഉണ്ടാവണമെങ്കിൽ അതിനെന്ത് വേണം? വെള്ളം ആവശ്യമാണ്. പ്ലാന്റ് ഒരു സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിലും ആവശ്യമാണ്.
എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്, മാത്രമല്ല ഫോട്ടോസിന്തസിസിന് പ്രകാശ സംശ്ലേഷണത്തിനും ഇത് ആവശ്യമാണ്. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീവ് വെനേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഇൻ പ്ലാന്റ്സ്, പ്രൊവൈഡ് എക്സാമ്പിൾസ്. അപ്പോൾ ഒരു ലീഫ് വെനേഷൻ്റെയും അതിൻ്റെ റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സാമ്പിൾസും എഴുതി കൊടുക്കണം. സോ എന്താണ്? പ്ലാന്റ്സ് വിത്ത് പാരലൽ വെനേഷൻ ഹാവ് ഫൈബ്രസ് റൂട്ട്. പാരലൽ വെനേഷൻ ഉള്ളതിന് എന്തായിരിക്കും? ഫൈബ്രസ് റൂട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ ഗ്രാസ്. അതുപോലെ തന്നെ പ്ലാന്റ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ഹാവ് ടാപ്പ് റൂട്ട്സ്. ഇനി റെറ്റിക്കുലേറ്റ് വെനേഷൻ ഉള്ളവർക്ക് ടാപ്പ് റൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ജാക്ക് ഫ്രൂട്ട് ട്രീ. അപ്പോൾ കൂട്ടുകാർ ഇത് എന്തായാലും മനസ്സിലാക്കുക. പാരലൽ വെനേഷൻ ഉള്ളതിന് ഫൈബ്രസ് റൂട്ട് ആയിരിക്കും, റെറ്റിക്കുലേറ്റ് വെനേഷൻ ഉള്ളതിന് ടാപ്പ് റൂട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൂട്ടുകാർ എന്തായാലും മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ ലീഫോ അല്ലെങ്കിൽ റൂട്ടോ തന്നിട്ട് എഴുതും. ഇതിൻ്റെ വെനേഷനും റൂട്ട് സിസ്റ്റവും എഴുതാൻ വേണ്ടി പറഞ്ഞാലും നിങ്ങളിത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ഹൈഡ്രോപോണിക്സ് ടു ഗ്രോ പ്ലാന്റ്സ് ഇൻ അർബൻ ഏരിയാസ്? അർബൻ ഏരിയാസിൽ ഈ ഹൈഡ്രോപോണിക് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു മോഡേൺ ടെക്നോളജി ഓഫ് അഗ്രികൾച്ചർ ആണല്ലേ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് റിക്വയർസ് ലെസ് സ്പേസ്, മേക്കിംഗ് ഇറ്റ് ഐഡിയൽ ഫോർ അർബൻ ഫാമിംഗ്. അപ്പോൾ ഇതിന് വളരെ കുറച്ച് സ്പേസ് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അർബൻ ഫാമിങ്ങിന് വളരെ നല്ല ഒരു ഐഡിയ തന്നെയാണ് ഇത്. യൂസസ് ന്യൂട്രിയൻസ് റിച്ച് വാട്ടർ, റെഡ്യൂസസ് സോയിൽ ഡിപ്പെൻഡൻസി. മാത്രമല്ല ഇവിടെ എന്താണ്, നമ്മൾ ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോയിൽ ഡിപ്പെൻഡൻസി നമുക്ക് വളരെയധികം കുറക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ആക്ടിവിറ്റി നമ്പർ 7 നോക്കാം. ഹൗ ഡസ് ദ മൂൺ ഷൈൻ ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ലൈറ്റ്? നമുക്കറിയാം മൂൺ എന്ന് പറയുന്നത് എന്താണ്, അതിന് സോഴ്സ് ഓഫ് ലൈറ്റ് ഇല്ല അല്ലേ. പിന്നെ എങ്ങനെയാണ് അത് ഷൈൻ ചെയ്യുന്നത് എന്നാണ്, തിളങ്ങുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. സോ ദ മൂൺ റിഫ്ലക്ട് ദ സൺ ലൈറ്റ് മേക്കിംഗ് ഇറ്റ് അപ്പിയർ ബ്രൈറ്റ്. അതെന്താണ്, സൺലൈറ്റിന്റെ റിഫ്ലക്റ്റ് ആണ് മൂണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്രൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അല്ലാതെ മൂണിന് ഒരിക്കലും ബ്രൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് അതിന് ഇല്ല. Then second question, list 3 differences between stars and plants. സ്റ്റാർസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും 3 ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് വൈൽ പ്ലാന്റ്സ് റിഫ്ലക്ട് ലൈറ്റ്. സ്റ്റാർസ് എന്ന് പറയുന്നത് സെൽഫ് ലൂമിനസ് ആണ്. അതിനെന്താണ്, ഒറ്റയ്ക്ക് പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ പ്ലാന്റ്സിന് അതിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ മാത്രമേ കഴിവുള്ളൂ. കാരണം അതിന് ലൂമിനസ് ഇല്ല, അതിന് പ്രകാശിക്കാൻ പറ്റില്ല. അത് സണ്ണിൻ്റെയും അതുപോലെ സ്റ്റാർസിൻ്റെയും ഒക്കെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റാർസ് ട്വിങ്ക്ലിംഗ് ബട്ട് പ്ലാനറ്റ് ഷൈൻ സ്റ്റെഡ്ലി. സ്റ്റാർസ് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ, പക്ഷേ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റഡി ആയിട്ട് ഷൈൻ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. സ്റ്റാർസ് ആർ ഫാദർ ഫ്രം എർത്ത് കമ്പയർ ടു പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിലേക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫാദർ അല്ല കേട്ടോ, ഫാദറാണ്. അതിനേക്കാൾ വലുതാണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഡിഫറൻസ് ആയിട്ട് എഴുതി കൊടുക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റൈറ്റ് അബൌട്ട് ദ റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ സിസ്റ്റം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഈ മോഡേൺ കമ്മ്യൂണിക്കേഷനിലും അതുപോലെ തന്നെ നാവിഗേഷൻ സിസ്റ്റത്തിലും എത്രത്തോളം റോളാണ് വഹിക്കുന്നത്? സോ ഹെൽപ്സ് GPS നാവിഗേഷൻ അല്ലേ. ഇപ്പോൾ റോൾ എന്ന് പറയുന്നത് ഒന്ന്, GPS നാവിഗേഷനൊക്കെ നമുക്ക് വളരെയധികം സഹായകമാണ്. പ്രൊവൈഡ് വെതർ ഫോർകാസ്റ്റ്. വെതർ ഫോർകാസ്റ്റ്, ഇനി കാലാവസ്ഥ എങ്ങനെയുള്ളതായിരിക്കും, അതിനനുസരിച്ച് നമുക്ക് പ്രിവെൻഷൻ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ഇനേബിൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ലൈക്ക് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിലുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഒക്കെ എങ്ങനെയാണ്, ഇത്തരം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് സാധ്യമാകുന്നത്. ഇനി 8th ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. നെയിം ദ കെലസ്ട്രിയൽ ബോഡീസ് ഇൻ ദ സോളാർ സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ആൻ ഓർബിറ്റ്. ഇപ്പോൾ കെലസ്ട്രിയൽ ബോഡീസ്, സോളാർ സിസ്റ്റത്തിലെ കെലസ്ട്രിയൽ ബോഡീസിന്റെ നെയിംസ് എഴുതുക. മാത്രമല്ല അതിന് ഓർബിറ്റിൽ അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഏതാണ്, പ്ലാനറ്റ്സ്. ഏതൊക്കെ കെലസ്ട്രിയൽ ബോഡീസ് ആണുള്ളത്? പ്ലാനറ്റ്സ്, മൂൺസ് ആൻഡ് അതർ ഒബ്ജക്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. റിവോൾവ് അറൌണ്ട് ദ സൺ ഓർ അതർ കെലസ്ട്രിയൽ ബോഡീസ് ഇൻ ഫിക്സഡ് പാത്ത്സ് കോൾഡ് ഓർബിറ്റ്. അപ്പോൾ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പാത്തിലൂടെ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. സണ്ണിനും അതർ കെലസ്ട്രിയൽ ബോഡീസിനും ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. സോ കെലസ്ട്രിയൽ ബോഡീസിലുള്ളത് ഏതൊക്കെയാണ്? പ്ലാനറ്റ്സ്, മൂൺസ്, അതർ സാധനങ്ങളുമാണ്, ഒബ്ജക്ട്സുമാണ്.
ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഹെൽപ്പ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ്, പ്രൊവൈഡ് എക്സാമ്പിൾസ്. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു വെതർ ഫോർകാസ്റ്റിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസും എഴുതാനാണ് പറയുന്നത്. സോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ വെതർ ഫോർകാസ്റ്റ് കളക്ട് അറ്റ്മോസ്ഫിയറിക് ഡാറ്റ. എന്താണ് അറ്റ്മോസ്ഫിയറിക് ഡാറ്റ ടു പ്രഡിക്റ്റ് വെതർ കണ്ടീഷൻ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഡാറ്റ കളക്ട് ചെയ്യാനും വെതർ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാനും സഹായിക്കുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വഴിയാണ്. എക്സാമ്പിൾ, ഇൻസാറ്റ് സാറ്റലൈറ്റ് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഇൻസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ചോദിക്കാം, വെതർ ഫോർകാസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ പേരെന്താണെന്നും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇൻസാറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ ഇന്ത്യാസ് ചന്ദ്രയാൻ മിഷൻ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഇന്ത്യയുടെ ചന്ദ്രയാൻ മിഷനെ കുറിച്ചുള്ള നോട്ട് എഴുതുക. അതുപോലെ തന്നെ സ്പേസ് എക്സ്പ്ലോറേഷന് എങ്ങനെയൊക്കെയാണ് ഇത് സിഗ്നിഫിക്കൻസ് ആവുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് എന്തിനാണ്? മാപ്ഡ് ദ ലൂണാർ സർഫേസ് ഇൻ 2008. 2008 ലൂണാറിലെ സർഫേസിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രയാൻ 1 ഉപയോഗിച്ചിട്ടുള്ളത്. ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് അറ്റംപ്റ്റഡ് എ സോഫ്റ്റ് ലാൻഡിംഗ് ഇൻ 2019. 2019 ഇത് സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് അച്ചീവ്ഡ് എ സക്സസ്ഫുൾ ലാൻഡിംഗ് ഓൺ ദ മൂൺ സൗത്ത് പോൾ ഇൻ 2023. 2023 മൂണിൻ്റെ സൗത്ത് പോളിൽ സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏത്? ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ ഈ ചന്ദ്രയാനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.